ഈ ഹിജാബ് ധരിക്കുന്നതിന് വിദ്യാർത്ഥിക്ക് ഏർപ്പെടുത്തിയെന്ന് ഈ രക്ഷിതാക്കൾ പരാതി പറയുകയും പിന്നീട് വലിയ വിവാദങ്ങളിലേക്കൊക്കെ അത് പോവുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ആ സ്കൂൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഡിഇഒ സ്കൂളിലെത്തി ഇരു വിഭാഗവുമായി സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. സ്കൂൾ അധികൃതരെയും കുട്ടിയുടെ രക്ഷിതാവിനെയും ഒക്കെ ഇവർ കേൾക്കും. പ്രശ്നങ്ങളെ തുടർന്ന് അടച്ചിട്ട സ്കൂൾ നാളെയായിരിക്കും തുറക്കുക. സ്കൂളിന് പോലീസ് സംരക്ഷണം ഉറപ്പാക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിച്ചെത്തിയതും സ്കൂൾ മാനേജ്മെന്റ് അത് തടയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ വിവാദവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായത്. പാന്റ്, ഷർട്ട്, കോട്ട് ഫോർ ഗേൾസ്, കോട്ട് മുടി രണ്ടായിട്ട് പിന്നി റിബൺ ടൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണം ഒരുപാട് ആളുകളെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാളെ ഏറെയായി. ഇത് ഇന്നും തന്നെ തുടങ്ങിയല്ല. ഈ പള്ളിയിൽ പോകുമ്പോൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ മദ്രസിൽ പോകുമ്പോൾ ഇട്ടാൽ മതി ഹിജാബ്, സ്കൂളിൽ വരുമ്പോൾ ഹിജാബ് ഒന്നും ഇടണ്ട എന്ന് പറയുന്ന ആളുകളോട് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ മണ്ഡലകാലൊക്കെ വരാൻ പോവാണ്. ശബരിമല സീസണൊക്കെ വരുമ്പോൾ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടും മാല ഇട്ടിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ വരും. അവരോട് എന്താ പറയാ? വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള വസ്ത്രധാരണവും മറ്റും അമ്പലത്തിൽ പോകുമ്പോൾ ശബരിമല പോകുമ്പോൾ ഇട്ടാൽ മതി എന്ന് പറയോ? എത്രയോ കുട്ടികളുണ്ട്, ക്രിസ്ത്യൻ കുട്ടികൾ കുരിശുമാല കഴുത്തിലിട്ട് വരുന്നത് ഇല്ലേ? അവരോട് എന്താ പറയാ? അവർക്കൊന്നും ഇല്ലാത്ത, അവരുടെ വസ്ത്രധാരണത്തിലൊന്നും ഇല്ലാത്ത എന്ത് അസ്വസ്ഥതയാണ് നിങ്ങൾക്ക് മുസ്ലിം കുട്ടികൾ ഹിജാബ് ഇട്ട് വരുമ്പോൾ ഉണ്ടാവുന്നത്? ഇനി അതൊക്കെ പോട്ടെ, ഈ കുട്ടിയോട് ഹിജാബ് ഇട്ട് സ്കൂളിൽ വരരുത് എന്ന് പറഞ്ഞ ടീച്ചറുടെ വേഷം നോക്കാം. ഹിജാബ് ഇട്ടിട്ടില്ലേ? ക്രിസ്തീയ വേഷമല്ലേ, മതപരമായിട്ടുള്ള വേഷമല്ല ടീച്ചർക്ക്. ആ ടീച്ചർക്ക് ഇത് ബാധകല്ലേ? ഈ ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷക്കീരാന്റെ ഡ്രസ്സിന് ഇറക്കം പോരാന്ന് മിയാ ഖലീഫ പറഞ്ഞതുപോലെയാണ്. ഒരു പെൺകുട്ടി ഹിജാബ് ഇട്ട് സ്കൂളിൽ വരാൻ പാടില്ല എന്ന് പറയുന്നത് ആരാ? ഹിജാബ് ഇട്ട മറ്റൊരു സ്ത്രീ, മറ്റൊരു ടീച്ചർ അല്ലേ? എന്താ അവസ്ഥ അല്ലേ? നോക്കാം, പണ്ട് മുതലേ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, മുസ്ലിം കുട്ടികൾ, പെൺകുട്ടികൾ ഹിജാബ് ഇട്ട് സ്കൂളിൽ വരും. അത് അവരുടെ അവകാശമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്, അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഹിന്ദു കുട്ടികൾ പൊട്ടിട്ട് വരും, കയ്യിൽ എന്തെങ്കിലും ചരടോ റാഗി പോലത്തെ എന്തെങ്കിലും ചരടോ ഒക്കെ ഉണ്ടാവും പല കുട്ടികൾക്കും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കുട്ടികൾക്ക് കഴുത്തിൽ കുരിശിന്റെ മാല ഉണ്ടാവും. ആർക്കാണ് ഇതിലൊക്കെ ബുദ്ധിമുട്ട്? ആരെയാണ് ഇതൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നത്? ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവനവന്റെ വിശ്വാസം സംരക്ഷിച്ചിട്ട് സ്കൂൾ വരുന്നതിൽ ആർക്കാണ് ഇത്ര പ്രശ്നം? ഇനി സ്കൂളിന് സ്കൂളിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഹിജാബ് ഇട്ട് ഒരു ടീച്ചർക്ക് ഹിജാബ് ഇട്ട് കുട്ടി വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുന്നത്? വല്ലാത്ത ജാതിയിലെ